നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ചരിത്രം തന്നെ മാറ്റിമറിച്ച ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്, പോർച്ചുഗീസുകാരുടെ വരവ്. ഇതൊരു സാധാരണ കച്ചവടത്തിന്റെ കഥയല്ല, മറിച്ച് വാളും പീരങ്കിയും ഉപയോഗിച്ച് ഒരു സാമ്രാജ്യം എങ്ങനെയാണ് കെട്ടിപ്പടുത്തത് എന്നതിന്റെ അക്രമാസക്തമായ ഒരു കഥയാണ്. അപ്പോ എങ്ങനെയാ വെറുമൊരു കുരുമുളക് തേടിയുള്ള യാത്ര ഒരു നൂറ്റാണ്ട് നീണ്ടുനിന്ന യുദ്ധമായി മാറിയത്, അല്ലേ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോ കഥയുടെ തുടക്കം അത് 1453-ലാണ്. തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടെ ഒരു വലിയ പ്രശ്നമുണ്ടായി. യൂറോപ്പിലേക്ക് സുഗന്ധവ്യഞ്ജനങ്ങൾ എത്തിയിരുന്ന കരമാർഗം പൂർണ്ണമായും അടഞ്ഞു. അതോടെ ഏഷ്യയിലേക്ക് പുതിയൊരു കടൽമാർഗം കണ്ടെത്തേണ്ടത് യൂറോപ്യൻ രാജ്യങ്ങൾക്കൊരു ജീവൻ മരണ പോരാട്ടമായി മാറി. അപ്പോൾ പോർച്ചുഗീസുകാരൊക്കെ വരുന്നതിനു മുൻപ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ കച്ചവടം എങ്ങനെയായിരുന്നു അതറിയുന്നത് വളരെ പ്രധാനമാണ്. കാരണം അതൊരു തികച്ചും വേറൊരു ലോകം തന്നെയായിരുന്നു. ആ ലോകത്തിന്റെ ഹൃദയമെടുപ്പ് അത് കോഴിക്കോടായിരുന്നു. ഒന്നോർത്തു നോക്കൂ, അറബ് കച്ചവടക്കാരൊക്കെ ഏകദേശം 600 വർഷത്തോളമായി അവിടെ സമാധാനപരമായി കച്ചവടം നടത്തുന്നു. കുരുമുളകിന്റെയും ഏലത്തിന്റെയും ഗന്ധം നിറഞ്ഞ ആ തുറമുഖം ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ഒന്നായിരുന്നു. അപ്പോ എങ്ങനെയാണ് അവർ ഇന്ത്യയിലെത്തിയത്? അതിന്റെ ഒരു ടൈം ലൈൻ നോക്കാം. കണ്ടില്ലേ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ പതനം ഒരു തുടക്കമായിരുന്നു. പിന്നെ ഡയസ് ആഫ്രിക്കയുടെ തെക്കേ അറ്റം കണ്ടെത്തി. ഒടുവിൽ 1498-ൽ വാസ്കോഡഗാമ കോഴിക്കോടിന്റെ തീരത്ത് കാലുകുത്തി. അതോടെ ചരിത്രം മാറി. അങ്ങനെ ഗാമ കോഴിക്കോടെത്തി. തുടക്കത്തിലെല്ലാം ശാന്തമായിരുന്നു, ഒരു തരം വഞ്ചനാപരമായ ശാന്തത. കോഴിക്കോട്ടെ ഭരണാധികാരിയായ സാമൂതിരിയും പോർച്ചുഗീസുകാരും തമ്മിലുള്ള ആ ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയായിരുന്നുവെന്ന് നമുക്ക് നോക്കാം. ഇതൊന്ന് കേട്ടുനോക്കൂ. ഇത് സാമൂതിരി പോർച്ചുഗൽ രാജാവിനയച്ച കത്തിലെ വാക്കുകളാണ്. കച്ചവടം ചെയ്യാൻ അദ്ദേഹത്തിന് ഒരു മടിയുമില്ലായിരുന്നുവെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്, അല്ലേ? തന്റെ നാട്ടിലെ സമ്പത്തിനെക്കുറിച്ച് അദ്ദേഹത്തിന് നല്ല അഭിമാനവുമുണ്ടായിരുന്നു. പക്ഷേ ഈ കച്ചവടത്തിന്റെ യഥാർത്ഥ ചിത്രം എന്തായിരുന്നു? ഈ ഒരൊറ്റ സംഖ്യ അത് വ്യക്തമാക്കും: 60 മടങ്ങ്. അതെ, ഡി ഗാമയുടെ ആദ്യ യാത്രയുടെ ചെലവിന്റെ 60 മടങ്ങ് ലാഭമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോ ഒന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു ലാഭം കണ്ടാൽ പിന്നെ പോർച്ചുഗീസുകാർ തിരികെ വരാതിരിക്കോ? ഈ വ്യാപാരം മുഴുവനായി പിടിച്ചെടുക്കാൻ നോക്കില്ലേ? പക്ഷേ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല. ആ നാട്ടിൽ കാലങ്ങളായി കച്ചവടം ചെയ്തിരുന്ന മുസ്ലിം വ്യാപാരികൾക്ക് ഇതത്ര പിടിച്ചില്ല. സ്വാഭാവികമായും അവർക്ക് പോർച്ചുഗീസുകാരുടെ വരവ് ഒരു ഭീഷണിയായി തോന്നി. അവര് സാമൂതിരിയെയും മന്ത്രിമാരെയും പോർച്ചുഗീസുകാർക്കെതിരെ തിരിക്കാൻ തുടങ്ങി. ഇവര് കച്ചവടക്കാരല്ല, ചാരന്മാരാണെന്നൊക്കെ പറഞ്ഞ് പ്രശ്നങ്ങളുണ്ടാക്കി. അപ്പ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്ന് കണ്ടപ്പോൾ പോർച്ചുഗീസുകാർ അവരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുത്തു. സമാധാനത്തിന്റെ മുഖംമൂടി അഴിഞ്ഞു വീണു. ഇനി വ്യാപാരം വാക്കുകൾ കൊണ്ടല്ല, പീരങ്കികൾ കൊണ്ടാണ്. 1502-ൽ വാസ്കോഡഗാമ തിരികെ വന്നു. പക്ഷെ ഇത്തവണ അതൊരു കച്ചവടക്കാരന്റെ വരവായിരുന്നില്ല. ഒരു വലിയ യുദ്ധക്കപ്പൽ പടയുമായിട്ടാണ് അദ്ദേഹം വന്നത്. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ചർച്ചയല്ല, കീഴടക്കൽ. അദ്ദേഹം ചെയ്തുകൂട്ടി ക്രൂരതകൾ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ആദ്യം എല്ലാ മുസ്ലിം കച്ചവടക്കാരെയും നാട്ടിൽ നിന്ന് പുറത്താക്കാൻ സാമൂതിരിയോട് ആവശ്യപ്പെട്ടു. സാമൂതിരി അത് നിരസിച്ചപ്പോൾ പിന്നെ കണ്ടത് കോഴിക്കോട് നഗരത്തിനു നേരെയുള്ള ബോംബാക്രമണമായിരുന്നു. 2 ദിവസം. അതുമാത്രമല്ല, സാധാരണക്കാരായ മീൻപിടുത്തക്കാരെയും കച്ചവടക്കാരെയും പിടിച്ച് കപ്പലിന്റെ പായ്മരങ്ങളെ തൂക്കിക്കൊന്നു. ഇതൊരു സന്ദേശമായിരുന്നു, ഭയം കൊണ്ട് ഭരിക്കാനുള്ളൊരു സന്ദേശം. എങ്ങനെയാണ് പോർച്ചുഗീസുകാർക്ക് ഇത്ര ധൈര്യം കിട്ടിയത്? ഉത്തരം അവരുടെ സാങ്കേതിക വിദ്യയിലായിരുന്നു. ഈ താരതമ്യം നോക്കൂ. മലബാറിലെ കപ്പലുകൾ കച്ചവടം ചെയ്യാനും വേഗത്തിൽ സഞ്ചരിക്കാനും ഉണ്ടാക്കിയവയായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾ അവ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയവയായിരുന്നു. അതിശക്തമായ പീരങ്കികൾ. അതുകൊണ്ടുതന്നെ കടലിൽ അവരെ നേരിടാൻ ആരുമുണ്ടായിരുന്നില്ല. വെറും സൈനിക ശക്തി കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടവർ നയതന്ത്രവും ഉപയോഗിക്കാൻ തുടങ്ങി. അവരുടെ ഏറ്റവും വലിയ തന്ത്രം എന്തായിരുന്നു എന്നറിയാമോ? ഭിന്നിപ്പിച്ച് ഭരിക്കുക. അവർ കോഴിക്കോടിന്റെ ശത്രുക്കളെ കണ്ടെത്തി. അങ്ങനെ അവർ കോഴിക്കോടുമായി അത്ര രസത്തിലല്ലാതിരുന്ന കൊച്ചിയിലെ രാജാവുമായി ഒരു സഖ്യമുണ്ടാക്കി. ഇതവർക്ക് മലബാർ തീരത്ത് സുരക്ഷിതമായി കാലുറപ്പിക്കാൻ ഒരിടം നൽകി. ഈ സഖ്യത്തിന്റെ ഒരു വലിയ പരീക്ഷണം നടന്നത് 1504-ലാണ്, കൊച്ചിയിലെ ഉപരോധം. ഈ ചാർട്ട് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. സാമൂതിരിയുടെ ഭാഗത്ത് 50,000-ത്തിലധികം പടയാളികൾ, പോർച്ചുഗീസുകാരുടെ ഭാഗത്തോ വെറും 150 പേർ. ഇതൊരു അവിശ്വസനീയമായ അവസ്ഥയായിരുന്നു. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്തതാണ് അവിടെ സംഭവിച്ചത്.
ഡുവാറ്റെ പച്ചേക്കോ പെരേര എന്ന സൈന്യാധിപന്റെ നേതൃത്വത്തിൽ ആ 150 പേർ സാമൂതിരിയുടെ ആ വലിയ സൈന്യത്തെ പരാജയപ്പെടുത്തി. മികച്ച തന്ത്രങ്ങളും പിന്നെ അവരുടെ തോക്കുകളും പീരങ്കികളും ഉപയോഗിച്ച് നേടിയ ഒരു അവിശ്വസനീയ വിജയമായിരുന്നു അത്. ചരിത്രകാരന്മാർ ഇതിനെ വിശേഷിപ്പിക്കുന്നത് മിന്നുന്ന ഒരു തന്ത്രപരമായ വിജയം എന്നാണ്. ഈ വിജയത്തോടെ പോർച്ചുഗീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി: അവർക്ക് ഇന്ത്യയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന്. അതോടെ അവർ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ തുടങ്ങി. കൊച്ചിയിൽ ഫോർട്ട് മാനുവൽ എന്ന കോട്ട പണിതു, ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് കോട്ട. പിന്നാലെ കണ്ണൂരിലും അവർ കോട്ട കെട്ടി. ഇതിന്റെ അർത്ഥം വ്യക്തമായിരുന്നു: ഞങ്ങളിവിടെ തങ്ങാനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കോട്ടകളൊക്കെ കെട്ടി അവർ കടലിലെ പുതിയ ശക്തിയായി മാറുകയായിരുന്നു. ഈ മാറ്റം ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാക്കിയ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കാം. 1505-ൽ പോർച്ചുഗൽ ഒരു വലിയ നീക്കം നടത്തി. അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യയുടെ വൈസ്രോയ് എന്നൊരു പുതിയ പദവിയുണ്ടാക്കി. ഡോം ഫ്രാൻസിസ്കോ ഡി ആൽമേഡയെ ആദ്യത്തെ വൈസ്രോയായി നിയമിച്ചു. ഇതോടെ ഇന്ത്യയിലെ കച്ചവടവും സൈനിക നീക്കങ്ങളുമെല്ലാം ഒരാളുടെ കീഴിലായി. ഇതൊരു കച്ചവട സംഘം എന്നതിലുപരി ഒരു കൊളോണിയൽ ഭരണകൂടം സ്ഥാപിക്കുന്നതിന്റെ ആദ്യപടിയായിരുന്നു. അപ്പോ ഈ പുതിയ ക്രമം എങ്ങനെയായിരുന്നു? ഈ ചാർട്ട് അത് പറഞ്ഞുതരും. ഒന്നാമതായി പോർച്ചുഗീസ് കുത്തക. അവരുടെ അനുവാദമില്ലാതെ ആർക്കും കച്ചവടം ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്, അവർ കൊച്ചിയെപ്പോലുള്ള പ്രാദേശിക ഭരണാധികാരികളുമായി സഖ്യമുണ്ടാക്കി. മൂന്നാമതായി, അറബ് വ്യാപാരികളെ പൂർണ്ണമായും കച്ചവടത്തിൽ നിന്ന് ഒഴിവാക്കി. ഇതിന്റെയെല്ലാം ഫലമായി എന്തുണ്ടായി? കോഴിക്കോടിന്റെ ശക്തി ക്ഷയിച്ചു. നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു വ്യാപാര ലോകം അവരട്ടിമറിച്ചു. പക്ഷെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അതായിരുന്നു ഏറ്റവും പ്രധാനം. ഇത് വെറും ഒരു പ്രാദേശിക സംഘർഷമായിരുന്നില്ല. പോർച്ചുഗീസുകാർ തുറന്ന ഈ കടൽവാതിൽ മറ്റു യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാർക്കും ഫ്രഞ്ചുകാർക്കും പിന്നെ ബ്രിട്ടീഷുകാർക്കും ഇന്ത്യയിലേക്ക് വരാനുള്ള വഴിയായി മാറി. ഒരു പുതിയ കൊളോണിയൽ യുഗത്തിന്റെ തുടക്കമായിരുന്നു അത്. എന്തായിരുന്നു പോർച്ചുഗീസുകാരുടെ യഥാർത്ഥ ലക്ഷ്യം? ഓപ്പൺ ഇന്ത്യയിൽ നിന്നുള്ള ഈ വിശകലനം അതൊന്ന് വ്യക്തമാക്കുന്നുണ്ട്. അവർക്ക് കച്ചവടം മാത്രം മതിയായിരുന്നില്ല. അവർക്ക് വേണ്ടത് ഒരു കുത്തകയായിരുന്നു. അതോടൊപ്പം ക്രിസ്തുമതം പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യവും അവർക്കുണ്ടായിരുന്നു. സമാധാനപരമായിരുന്ന ഒരു വ്യാപാര ലോകത്തെ തകർത്തത് അവരായിരുന്നു. അപ്പോ അവസാനം നമ്മൾ ഈ ഒരു ചോദ്യത്തിലാണെത്തുന്നത്: പോർച്ചുഗീസുകാർ ഇന്ത്യയിലേക്ക് ഒരു പുതിയ കടൽ മാർഗം തുറന്നു എന്നത് ശരിയാണ്. പക്ഷേ ആ തുറന്ന വാതിൽ അത് സമാധാനപരമായ വ്യാപാരത്തിനാണോ അതോ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാനുള്ള കീഴടക്കലിനാണോ വഴിയൊരുക്കിയത്? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കെന്തു തോന്നുന്നു? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്നും ചരിത്രത്തിൽ വലിയ ചർച്ചാവിഷയമാണ്.